അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇതാണ് കല്യാണച്ചക്കനും കല്യാണ പെണ്ണും. അച്ചോടാ അന്ന് കഴിക്കാൻ നല്ല ന്യൂസ് ആണല്ലോ, നഖം പൊട്ടിയ ന്യൂസ് ആണല്ലോ ചെത്ത് പറയണേ. മാമുണ്ടോ? അച്ഛൻ ഈ മാമുണ്ടേ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ അമ്മുവിൻ്റെ അടുത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അമ്മയും കുട്ടി എല്ലാവരും കൂടി ഇന്നലെ റിസപ്ഷന് വേണ്ടി പോയിരിക്കുകയാണ്. അമ്മുവിൻ്റെ ചെറിയമ്പട മകൻ്റെ കല്യാണ റിസപ്ഷനാണ് ഇന്ന് വൈകുന്നേരം. അവർ ഇന്നലെ പോയി കുട്ടിയായിട്ട്. ഞാൻ പിന്നെ അമ്മ മാത്രമുള്ളത് കൊണ്ട് പോയില്ല, കാരണം ഒറ്റയ്ക്കാവില്ലേ അമ്മ. സോ ഇന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കണു. മൊത്തം സെലിബ്രേഷൻ ആണല്ലോ, എൻജോയ്മെൻറ്റ് ആയിരിക്കുമല്ലോ, മൊത്തം ഒന്ന് പൊളിയായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഫ്രഷ് വാഴപ്പഴം. ഇത് തൊട്ടപ്പുറത്തെ ഒരു വീട്ടുകാർ തന്നതാണ്. ഇതുകൊണ്ട് അവിടെ ഒരു ബ്ലൂ കളറിൽ കണ്ടോ അത്. ഇതുകൊണ്ട് ഈ വീട്ടുകാർ തന്നതാണ്. ഇതാ ഈ വലിയ വീട്ടുകാർ. അവരുടെ വീട്ടിൽ കണ്ടോ ഒരു വാഴക്കൊല. അവരുടെ വീട്ടിൽ അവർ തന്നെ വളർത്തി ഉണ്ടാക്കുന്ന വാഴക്കൊലയാണ് ആ കാണുന്നത്. അപ്പോൾ അവിടുത്തെ കൊട തന്നതാണ് ഈ പഴം. ഇവിടെ അടുത്തുള്ള ആൾക്കാർ നല്ല സ്നേഹവും സഹകരണമൊക്കെ ഉള്ള വീട്ടുകാരൊക്കെ തന്നെയാണ്. കേരളം പോലൊക്കെ തന്നെയാണ് ഇവിടെയും. ഭാഷ വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. എല്ലാവരും എന്ന് പറയുന്നില്ല. ഇതേണ്ടി തൊട്ടടുത്തുള്ള ഈ കാണുന്ന വീട്ടുകാരില്ലേ, ഇവരെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ ഇവർ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്, എസ്പെഷ്യലി ഈ കാണുന്ന വീട്ടുകാർ. അവരവരുടെ വീട്ടിലുണ്ടാക്കിയ പഴമാണ് ഈ കൊണ്ടു തന്നിരിക്കുന്നത്. അവർ ഇത് മാത്രമല്ല, മുരിങ്ങക്കായ അവരുടെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും കൊണ്ടുത്തരും. ഇതുകൊണ്ട് ഈ കാണുന്ന ബ്ലൂ കളർ വീട് വലുത്, അവർ ഇതേപോലെ തന്നെയാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് കൊണ്ടുത്തരുമൊക്കെ ചെയ്യാം. നല്ല സ്നേഹമുള്ള വീട്ടുകാരാണ്. ഏകദേശം അടുത്തെത്താറായപ്പോഴേക്ക് വഴി തെറ്റി. ഇനിയിപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വേണം പോവാൻ. 2 സ്ട്രീറ്റ് അപ്പുറത്താണ്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല വഴി. അച്ചോടാ അന്ന് കഴിക്കാൻ നല്ല ന്യൂസ് ആണല്ലോ, നഖം പൊട്ടിയ ന്യൂസ് ആണല്ലോ ചെത്ത് പറയണേ. ചെത്ത് ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയാ? അയ്യ, നല്ല ഉടുപ്പ് നല്ല രസമുണ്ടല്ലോ, അടിപൊളിയാണല്ലോ. അമ്പലത്തിൽ പോയാ? ചേണ്ടി മാമുണ്ടാ? കഴിച്ചോ രാവിലത്തെ? ആഹാ, അച്ഛൻ ഈ മാമുണ്ടേ, അതിനല്ലേ പന്നി. ആ പുള്ളിക്ക് പോട്ടാ. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇതാണ് കല്യാണച്ചക്കനും കല്യാണ പെണ്ണും. ഭക്ഷണം കഴിക്കുവാണ്. ഇതെല്ലാം റിലേറ്റീവ്സ് ആണ് കേട്ടോ. എല്ലാം ഒരു കുടുംബമാണ്. അമ്മമ്മയാണിത്. പയ്യൻ്റെ അച്ഛനും അമ്മയും മുത്തച്ഛനും ഒക്കെയാണ്, വല്യച്ഛനൊക്കെയാണ് ഇരിക്കണത്. എല്ലാം ഫാമിലി തന്നെയാണ്. എല്ലാം നാട്ടിൽ നിന്ന് വന്നതാണ്, കേരളത്തിൽ നിന്ന്. ഇത് അമ്മമ്മയാണ്. ഇതിനിടെ കൂടെ വാവക്കുട്ടിയുടെ കളികൾ. കാല് മുറിയായി. അവരുടെ പാദസരം 2 കാലിൻ്റെ മുകളിലും കൊണ്ട് മുറിയായി. അവസാനം കട്ടിംഗ് പ്ലെയറൊക്കെ എടുത്ത് അത് വലിച്ചു ഊരിയെടുത്തു. അതായത് കൊലുസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, പാദസരം. അത് പൊട്ടിയിട്ട് കാലിൻ്റെ മുകളിൽ കുത്തിയിട്ട് അത് മുറിയാവാൻ പോകുന്നുണ്ടായിരുന്നു. അവൾ നോർമൽ വേദനയാവുമെന്ന് കരുതി. പിന്നീടാണ് മനസ്സിലായത് ഈ സാധനം കുത്തിയിട്ട് ഇങ്ങനെ മുറിയാവുന്നതാണ്. 2 കാലിലും ഉണ്ട്, അതല്ലേ രസം. ഒരു കാലാണെങ്കിൽ പിന്നെയും നമുക്കൊരു ഇത് പറയായിരുന്നു. 2 കാലിലുണ്ട്. അപ്പോൾ അത് മാറ്റാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ള മോഡല്. ഇപ്പോൾ 4:20 ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്, റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തേക്ക്. അങ്ങനെ ഞങ്ങളൊക്കെ അതാ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുകയാണ്. അമ്മൂത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 5:30 ഞങ്ങളിതാ അവിടെ എത്തിക്കഴിഞ്ഞു ഓഡിറ്റോറിയത്തിൽ. ഇതാണ് ഓഡിറ്റോറിയം, അതിൻ്റെ ബാക്ക് സൈഡാണിത്. അങ്ങനെ വാവക്കുട്ടിക്ക് സ്റ്റേജിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞു സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തി. വെറുതെ ഇരിക്കില്ലല്ലോ ഒരു ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ. അവിടെ ഇരുന്നിട്ട് പിന്നെ ഫുള്ള് കളികളായിരുന്നു. സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് തന്നെ അറിയാൻ പാടില്ല. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. നേരം പോയതേ അറിഞ്ഞില്ല. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മളെ ഫുൾ ടീമാണ്, ഒരു ഫാമിലിയാണ്. കുട്ടിയുടെ വല്യമ്മയാണ് ആ പിന്നിൽ കാണുന്നത്, ആ കാണുന്ന ഓറഞ്ച് സാരി. നമ്മുടെ പയ്യനെ കൊണ്ട് ഫോട്ടോഷൂട്ട് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു, ഇത് പ്രിയങ്ക,
മെയ്ഡ് ഫോർ ഈച്ച് അതർ. രണ്ടുപേരും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാച്ച് കെട്ടുന്നതിൻ്റെ സീനുമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസം. ഇതൊക്കെ പണ്ട് നമുക്കെടുത്ത പോലുള്ളൊരു ഫീലുണ്ട്. കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലെ മുന്നിൽ നിൽക്കുന്ന കുട്ടി ഒരുപാട് കരഞ്ഞു കേട്ടോ. അവന് കേക്കിൻ്റെ കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായിലേക്ക് കൊടുത്തു ചെക്കനും പെണ്ണും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തു വെച്ച് പോകുന്നുണ്ട്. അതിനുശേഷം കരച്ചിലോട് കരച്ചിൽ. അതേണ്ടി ആ വൈറ്റ് ഷർട്ടില്ലേ, അയാൾ വീഡിയോഗ്രാഫറാണ്. അതായത് സിനിമയിലൊക്കെ ഛായാഗ്രഹണം. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാമല്ലോ എന്നാ. അങ്ങനെ ഇപ്പോഴേ എത്തിയത് വീട്ടിൽ 10:10 ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇന്നത്തെ കല്യാണ വിശേഷങ്ങളൊക്കെ കണ്ട് അതിൻ്റെ കമൻസ് എന്താണെന്നൊക്കെ പറയുന്നുണ്ടു. പിന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ നല്ല വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.